ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് മന്ത്ലി എക്സ്പയറി ദിവസം ഒരു വളറ്റിലായിട്ടുള്ളൊരു ട്രേഡിന് ശേഷം ഒരു മാർജിനലായിട്ടുള്ള ഗെയിനോടുകൂടി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകൾ എൻഡ് ആവുകയാണ് ഉണ്ടായത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 36 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 15,337 മുകളിലും, അതുപോലെ തന്നെ സെൻസെക്സിൽ ഏകദേശം 97 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 51,115 മുകളിലും, ബാങ്ക് നിഫ്റ്റിയിൽ 410 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 35,095 ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ IT സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ റാലി ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിയാലിറ്റി, ഫാർമ സെക്ടറുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനുകളും കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ സിമെൻറ്റ്സ്, SBI, ബജാജ് ഓട്ടോ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇവരായിരുന്നു ടോപ്പ് പെർഫോമേഴ്സായിട്ട് നിന്നത്. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.7% ഗെയിനും, സ്മോൾ ക്യാപ്പിൽ 1.12% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നൊരു വളരെ വീക്കായിട്ടുള്ളൊരു സ്റ്റാർട്ടായിരുന്നു, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുണ്ടായിരുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെയും പ്രത്യേകിച്ച് SGX നിഫ്റ്റിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് കാണിച്ചിരുന്നത് ഒരു ഫ്ലാറ്റ് നോട്ടിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. എന്നിരുന്നാലും അതിനുശേഷം മാർക്കറ്റ് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിനോടുകൂടി എൻഡ് ആവുകയാണ് ചെയ്തത്. ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. മാർക്കറ്റ് ഇപ്പം നമ്മുടെ ഓൾ ടൈം ഹൈഡ് അടുത്തേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നല്ലൊരു സെല്ലിംഗ് പ്രഷറുകളും അല്ലെങ്കിൽ ഒരു ഇൻഡിസിസീവ്നെസ്സും മാർക്കറ്റിൽ കാണാനായിട്ട് ഉണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ജൂണിലെ കോൺട്രാക്റ്റുകൾ ആരംഭിക്കുകയാണ് നാളെ മുതൽ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വീണ്ടും ട്രെൻഡ് പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും 15,440 റേഞ്ചുകൾ അടുത്ത് നല്ലൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 15,440, 450 ആ റേഞ്ചിലുള്ളൊരു റെസിസ്റ്റൻസ് സോണുകൾ ഇതുവരെ ഈ ഒരു കഴിഞ്ഞ ഒരു 3 മാസത്തോളമായിട്ടും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസുകൾ നമ്മൾക്ക് ഇനിയും കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു റാലികൾ പ്രതീക്ഷിക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും ലോക്ക്ഡൗണുകളിൽ റിലാക്സേഷൻ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷകൾ നമ്മൾക്ക് നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഇന്ന് RBIൻ്റെ ഭാഗത്തുനിന്ന് വന്ന ആനുവൽ റിപ്പോർട്ടിൽ വന്ന ഒരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു നല്ലൊരു ബബിൾ, അതായത് ഒരു കുമള പോലത്തെ ഒരു സ്റ്റേറ്റിലേക്കാണ്, അങ്ങനത്തെ ഒരു റിസ്കിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള GDPയും ഈ ഫിനാൻഷ്യൽ ഇയറിലെ എസ്റ്റിമേറ്റഡ് GDPയും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടും സിംഗിൾ അല്ല എന്നുള്ളൊരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു കോഷ്യസ് സ്റ്റാൻസ് RBIൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർണിംഗ് ആയിരിക്കും നമുക്ക് ആപ്പാടെ ഭയക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു അൺലോക്കിംഗ്, കൂടുതൽ സ്റ്റേറ്റുകളിലേക്ക് അൺലോക്കിംഗ് എന്നുള്ളൊരു പ്രക്രിയ വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിന് വീണ്ടും ഗുണകരമായി നിലനിൽക്കുകയും ചെയ്യും. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമുക്ക് ഈ ഒരു റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് അടുക്കുന്നത് കൊണ്ട് 15,440, 450 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് അടുക്കുന്നത് കൊണ്ട് വരും ദിവസങ്ങളിൽ കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കും നല്ലതായിരിക്കും. കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഒന്ന് കൺഫേം ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് ഇപ്പോൾ ഈ ഒരു റേഞ്ചും ഇവിടുന്ന് 15,440 വരെയുള്ള റേഞ്ചുകൾ ഒന്ന് കോഷ്യസായിട്ട് വാച്ച് ചെയ്യുന്നത് കുറച്ചൊന്ന് നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾ എന്തായാലും നമുക്ക് ട്രെൻഡ് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ടുകളുടെ ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് റാലികൾ തുടരുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നല്ലൊരു റാലികൾ കൊടുത്തൊരു സെക്ടറായിരുന്നു ബാങ്കിങ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു കൺസോളിഡേഷന് ശേഷം ഇന്നൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനുള്ളത്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഡോജി പാറ്റേൺ അതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 35,200 മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ 35,500 വരെയുള്ള റാലികൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 34,500 വരെയുള്ള ഒരു റാലികൾ, അല്ലെങ്കിൽ തുടർന്ന് 34,000 വരെയുള്ള റാലികൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രെൻഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നോട്ടിലാണ് FTSE ഒക്കെ ട്രേഡ് ആവുന്നത്. എന്നിരുന്നാലും ചെറിയൊരു ഗെയിനിലേക്കാണ് മാർക്കറ്റ് നിലനിൽക്കുന്നത്. ഒരു നെഗറ്റീവിൽ നിന്ന് പയ്യൊരു പോസിറ്റീവിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ മിക്സഡ് ട്രെൻഡ് തുടരുന്നു. SGX നിഫ്റ്റി 106 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ തുടർച്ചയായിട്ട് ഡോളറിന് അഗെയിൻസ്റ്റ് ഒരു ഗെയിൻ കാണുന്നു. ഇന്നും 18 പൈസ ഉയർന്ന് 72.59 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 660 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്.
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 112 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ടല്ല നിലനിൽക്കുന്നത്, രൂപ സപ്പോർട്ടീവായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ മിക്സഡ് ട്രെൻഡിലാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റിയും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം വിപ്രോയുടെ സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നതായിട്ട് കാണുന്നുണ്ട്. ബുളിഷ് മൂവുകളാണ് വിപ്രോയിൽ കാണാനായിട്ടുള്ളത്. ഇന്ന് മാത്രമല്ല IT സെക്ടറുകളും ഇന്ന് സപ്പോർട്ടീവ് ആയിരുന്നു. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ IT സെക്ടറുകൾ സപ്പോർട്ടീവ് ആണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക് മഹീന്ദ്രയിലും ബുള്ളിഷ് മൂവുകൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാവൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതകൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഹാവൽസും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രേക്ക് ഔട്ട് റീജിയൻ്റെ അടുത്താണ് ഇന്ന് ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ബ്രേക്ക് ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ, റേഞ്ചുകളിൽ നിന്ന് ബ്രേക്ക് ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ SBIയിലും ഒരു സാധ്യതകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ഭാരത് ഫോർജ്, ഈ സ്റ്റോക്ക് നമ്മൾ പ്രീവിയസ് ഹൈഡ് അടുത്ത് വരെ ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇന്നൊരു ബ്രേക്ക് ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും അടുത്ത റാലികൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. നമുക്ക് ബ്രേക്ക് ഔട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സാധ്യതകൾ നിലനിൽക്കുന്നു. അല്ലാത്ത പക്ഷം നമുക്ക് റിവേഴ്സൽ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ UPLൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇന്നും ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഓവർബോട്ട് റീജിയനിലാണ് ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു റാലികൾ വീണ്ടും ഫ്ലാറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവേഴ്സൽ ആവുന്ന പക്ഷം കൺഫർമേഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. അതല്ല കൺസോളിഡേഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹോൾഡിംഗ് തുടരാവുന്നതാണ്. ഇനി അതുപോലെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഡോജി ക്യാൻഡിൽ പ്ലോട്ട് ചെയ്താണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലിങ്ങിന് കൺഫർമേഷൻ ആയിട്ടില്ല. അതുപോലെ തന്നെ ഫ്രഷ് എൻട്രികൾക്കും കൺഫർമേഷൻ ആയിട്ടില്ല. അതുപോലെ തന്നെ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക, എൻട്രികൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ രാംകോ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏവിയേഷൻ സോഫ്റ്റ്വെയർ ഇറാഖി എയർവേസ് കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അവർക്കത് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അതുപോലെ മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർ ഏകദേശം 4 ബില്യൺ രൂപ വർത്ത് ചെയ്യുന്ന ഗോൾഡ് അത് ഇത് ലേലത്തിൽ വെച്ചതായിട്ട് അവർ അപ്ഡേറ്റുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോണിന് കൊളാട്രലായിട്ട് ആൾക്കാർ കൊടുത്തതായിരുന്നു. അപ്പോൾ അത് റീപേ ചെയ്യാൻ ഈ ഒരു കൊറോണയുടെ സെക്കൻഡ് വേവ് ഒക്കെ വന്നതുകൊണ്ട് അത് റീപേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അത് അവർ ലേലത്തിൽ വെക്കുകയായിരുന്നു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ഈ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടതായിരുന്നു. HDFCൻ്റെ ഭാഗത്തു നിന്ന് വന്ന വാർത്ത, അതായത് EMI പേയ്മെൻറ്റിലൊക്കെ ഒരു സ്ട്രെസ് വീണ്ടും ഇങ്ങനത്തെ ഒരു പ്രത്യേക കുറവുകൾ അല്ലെങ്കിൽ സ്ട്രെസ്സുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അവരുടെ ഭാഗത്തു നിന്നും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്നാണ് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗൗരവത്തോടു കൂടെ തന്നെ കൺസിഡർ ചെയ്യുക. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിക്സൺ ടെക്നോളജീസിൻ്റെ Q4 നോക്കുമ്പോൾ 60% വർധനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കാണിച്ചിരിക്കുന്നത്. 44 കോടിയായിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉയർന്നിരിക്കുന്നു. എന്നിരുന്നാലും അനലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ബ്രോക്കറേജ് ഫേംസിൻ്റെയൊക്കെ എസ്റ്റിമേറ്റിൻ്റെ അത്രയും എത്താൻ സാധിച്ചില്ല. 51 കോടിയായിരുന്നു അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും 60% ഗ്രോത്ത് കാഴ്ചവെച്ചിരിക്കുന്നു. ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 146% വർധനമുണ്ടായിരിക്കുന്നു. 2109 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇനി അവരോരോ സെഗ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവിഷനിലെ റവന്യൂവിൽ 3 മടങ്ങിലധികം വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിൽ സെയിൽസിൽ 50% വർധനവും കാഴ്ചവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് നോക്കിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ 63% വളർച്ചയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു ഫൈനൽ ഡിവിഡൻ്റായിട്ട് ₹1 പെർ ഷെയറിൽ അപ്രൂവൽ ബോർഡ് കൊടുത്തിട്ടുമുണ്ട്. ഇനി അടുത്തൊരു സൺഫാർമയുടെ Q4ലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 123% വർധനവുണ്ടായിരിക്കുന്നു. 894 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു. എന്നിരുന്നാലും എസ്റ്റിമേറ്റ് ചെയ്ത പ്രൈസ്, അതായത് എസ്റ്റിമേറ്റ് ചെയ്തത് 1513 കോടിയായിരുന്നു. അപ്പോൾ അതിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും 894 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിനുള്ള കാരണം അവർ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു എസ്റ്റിമേറ്റിലേക്ക് എത്താൻ സാധിക്കാത്തതിനുള്ള കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ സബ്സിഡറികളിൽ കുറേ സെറ്റിൽമെൻറ്റുകൾ പിഴയടവൊക്കെ ആയിട്ട് കുറച്ച് പൈസ അവർ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റൊക്കെയാണ് ഈ ഒരു എസ്റ്റിമേറ്റിന് മിസ് ചെയ്യാൻ കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 4% വർധനവുണ്ടായിരിക്കുന്നു. 8523 കോടി വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. എന്നിരുന്നാലും എക്സ്പെക്റ്റ് ചെയ്തത് 8712 കോടിയായിരുന്നു.
രൂപ പെർ ഷെയറിൽ അവർ ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുമുണ്ട്. ഇനി അതുപോലെ തന്നെ കാഡില ഹെൽത്ത് കെയറിൻ്റെ Q4ലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 73% വർധനവുണ്ടായിരിക്കുന്നു. 679 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവർക്ക് 391 കോടിയായിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 3846 കോടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 3752 കോടിയായിരുന്നു. അതുപോലെ തന്നെ 3 രൂപ 50 പൈസ പെർ ഷെയറിൽ ഒരു ഫൈനൽ ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും. അടുത്തായിട്ട് വൊക്ഹാഡിൻ്റെ Q4ലേക്ക് വരുമ്പോൾ 106 കോടിയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 68 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ 639 കോടി കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 700 കോടിയായിരുന്നു നിലനിന്നത്. അപ്പോൾ ഒരു ലോസ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ. അതുപോലെ പേജ് ഇൻഡസ്ട്രീസിൻ്റെ Q4ലേക്ക് വരുമ്പോൾ 112 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 28 കോടിയായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 880 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 541 കോടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ടും നിങ്ങളുടെ ട്രാക്കിങ്ങിനായിട്ടും മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.